നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മീഡിയക്കാര് വേണമെങ്കിൽ ഇത് ചർച്ചയാക്കും. ഫലം ഒരുപോലെ. നിങ്ങളും നിങ്ങളുടെ കുടുംബവും സമൂഹത്തിന് മുന്നിൽ നാണം കെടും. അല്ലാതെ ഏകപക്ഷീയമായി വരുണിന് കോടതി ഡിവോഴ്സ് അനുവദിച്ചു തരില്ല. സൂര്യയുടെ അവളുടെ മനസ്സില് അങ്ങനെ ഒരു ചിന്ത പൊട്ടി മുളയ്ക്കാൻ പോലും ഞാൻ സമ്മതിക്കില്ല. എന്നെ മറികടന്ന് അങ്ങനെ ഒരു ചിന്ത വരുന്ന ഏതെങ്കിലും ഒരു അവസ്ഥയില് ഒരിക്കൽ കൂടി അവരെ ഞാൻ കണ്ട ചെറിയ ഉറപ്പിച്ചോ, ഒന്നുകിൽ സൂര്യ അല്ലെങ്കിൽ രാധിക, ഇത് രണ്ടിൽ ഒന്നിനെ ഞാൻ തീർക്കും. ഇത് സത്യ. അമ്മേ, 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 മോളെ, അമ്മ ഇവിടെ ഉണ്ട്. ഞാൻ അമ്മയുടെ അടുത്തേക്ക് വരുവാ. വാ. അമ്മേ, വാ. മോളെ, അഖിൽ സർ, മോളിപ്പോ എന്റെ അടുത്തുണ്ട്. പക്ഷേ എന്നിട്ടും എന്താ ഞാൻ അവളെ കുറിച്ച് ദുസ്വപ്നം മാത്രം കാണുന്നത്? അവൾക്ക് എന്തെങ്കിലും സംഭവിക്കോ? ദൈവങ്ങളോട് അവൾക്ക് കാവൽ നിൽക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷെ എന്നിട്ടും എന്റെ പേടി കൂടി വരുവാ. സർ, സാറ് നമ്മുടെ മോളുടെ കൂടെ തന്നെ ഉണ്ടാവണം. അവൾക്ക് കരുത്തായി കൂടെ തന്നെ ഉണ്ടാവണം. എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞ എനിക്ക് എന്റെ മോളെ കൂടെ കൊണ്ട് നിർത്താൻ പറ്റും. അഖിൽ സാറിനെ കാണിച്ചു കൊടുത്ത് ഇതാ നിന്റെ അച്ഛനെന്ന് പറയാൻ പറ്റില്ലേ? ഈശ്വര, എന്റെ മനസ്സെന്താ വീണ്ടും വീണ്ടും ഇങ്ങനെ അസ്വസ്ഥമാവുന്ന? നാളെ സ്കൂളിലെത്തി മോളെ കാണുന്നത് വരെ എനിക്കൊരു മനസ്സമാധാനവും ഇല്ല. എന്നും ഇങ്ങനെ കരയാനാ എന്റെ വിധി. ഇനി എന്തൊക്കെയാ ഞാൻ പേടിക്കേണ്ടത്? മിസ്റ്റർ വരുൺ, ഇക്കാലത്ത് ഡിവോഴ്സ് എന്ന് പറയുന്നത് പലർക്കും ഒരു ഫാഷൻ പോലെയാണ്. ചിലരത് സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ ഗംഭീരമായി ആഘോഷിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ
ഈ പറഞ്ഞിടത്തോളം കൊള്ളാവുന്നൊരു കുടുംബാന്തരീക്ഷം. വിവാഹം കഴിഞ്ഞിട്ട് കുറച്ചു നാളുകൾ മാത്രം. എന്താ ഇങ്ങനെ ഡിവോഴ്സ് വേണമെന്ന് തോന്നാനുള്ള കാരണം? എനിക്ക് അയാളെ തീരെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല മാഡം. ഞാൻ എത്ര ശ്രമിച്ചിട്ടും അതിനാവുന്നില്ല. സോ നമ്മുടെ ലൈഫ് സ്പോയിൽ ചെയ്യാൻ പാടില്ലല്ലോ. ആരുടെ? നിങ്ങളുടെ അല്ലേ? നിങ്ങളുടെ ഭാര്യയുടെ ലൈഫ് സ്പോയിൽ ആവുന്നതിന് എന്തു പറയും? നിങ്ങളുടെ കുടുംബം വളരെ മാന്യമായിട്ട് അവരുടെ വീട്ടിൽ ചെന്ന് വിവാഹാലോചന നടത്തിയതാ. സ്ത്രീധനം ഒട്ടും ആവശ്യമില്ലെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞതുമാണ്. അതൊക്കെ നല്ല കാര്യം. പക്ഷെ ഡിവോഴ്സ്, അതിന് വ്യക്തമായ കാരണങ്ങൾ വേണം. ആ കുട്ടിക്ക് എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങളുണ്ടോ? ഉദാഹരണത്തിന് ആവശ്യമില്ലാതെ വഴക്കുണ്ടാക്കുക, അതിന്റെ പേരിൽ വയലന്റ് ആകുക. അങ്ങനൊന്നുമില്ല. ദെൻ എന്തെങ്കിലും രീതിയിലുള്ള ഇല്ലീഗൽ റിലേഷൻഷിപ്പ്, അത്തരത്തിലുള്ള എന്തെങ്കിലും ബന്ധം ആ കുട്ടിക്കുണ്ടോ? നോ മാഡം. മിസ്റ്റർ വരുൺ, ഈ കേസ് കോടതിയിലെത്തിയാൽ ജഡ്ജി നിങ്ങളോട് ചോദിക്കാവുന്ന ചോദ്യങ്ങളാണ് ഞാൻ നിങ്ങളോടിപ്പോ ചോദിച്ചത്. ആ ചോദ്യങ്ങൾക്കൊക്കെ നിങ്ങളുടെ മറുപടി നോ എന്നാണ്. സോ നിങ്ങളുടെ ഭാര്യയ്ക്ക് ഒരു കുഴപ്പവും കണ്ടുപിടിക്കാൻ കോടതിക്ക് കഴിയില്ല. നിങ്ങളുടെ ഭാര്യ നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങളുടെ ഒരു കുഞ്ഞിനെ പ്രസവിച്ച് വളർത്താൻ ആഗ്രഹിക്കുന്നു. അതിനെന്താ തെറ്റ്? അത് വിവാഹിതയായ ഏതൊരു സ്ത്രീയും ആഗ്രഹിക്കുന്നതല്ലേ? ബട്ട് മാഡം. മിസ്റ്റർ വരുൺ, നമുക്ക് വേണമെങ്കിൽ ഇത് കേസ് കൊടുക്കാം, കോടതിയിലും എത്തിക്കാം. ചോദ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആവും, ഒന്നും കിട്ടാനില്ല. മീഡിയക്കാര് വേണമെങ്കിൽ ഇത് ചർച്ചയാക്കും. ഫലം ഒരുപോലെ. നിങ്ങളും നിങ്ങളുടെ കുടുംബവും സമൂഹത്തിന് മുന്നിൽ നാണം കെടും. അല്ലാതെ ഏകപക്ഷീയമായി വരുണിന് കോടതി ഡിവോഴ്സ് അനുവദിച്ചു തരില്ല. വരുൺ ഒന്നുകൂടി ഒന്ന് ആലോചിക്കും, എന്നിട്ട് നമുക്ക് ഡിവോഴ്സിനെ കുറിച്ച് ആലോചിക്കാം. ഓക്കെ? ഒന്നുകൂടി ഒന്ന് ആലോചിക്ക് വരുൺ. ചിലപ്പോ ഇതിന്റെയൊക്കെ ആവശ്യമില്ലെന്ന് വരുണിന് തന്നെ തോന്നിയാലോ? താങ്ക് യു മാം. തെളിവുകൂടി ചോദിക്കുകയാണെങ്കിൽ കോടതിയുടെ മുമ്പിൽ സമർപ്പിക്കാൻ എൻ്റെ മുമ്പിൽ ഒന്നുമില്ല. പക്ഷേ എല്ലാ തെളിവുകളും നേരിട്ട് കാണുന്ന ദൈവത്തിന് മുമ്പിൽ എൻ്റെ പരാതിയുണ്ട്. ചിലപ്പോൾ നിങ്ങളും പറയാറുണ്ടല്ലോ, ദൈവം തീരുമാനിക്കട്ടെ എന്ന്. ദൈവം തീരുമാനിക്കട്ടെ എൻ്റെ കാര്യം. ബൈ മാഡം. അമൃതേട്ടത്തെ സോറി ക്ഷമ, ഞാൻ നേരത്തെ റെഡിയായതാ. ഒരു ഫയൽ എടുത്തു വെച്ചത് മാറിപ്പോയി. അതൊന്നും സാരമില്ല, നമുക്ക് പെട്ടെന്ന് പോവാം. ക്ഷമ, നേരെ മ്യൂസിക് സ്കൂളിലല്ലേ? അല്ല, അതിനു മുമ്പ് ക്ഷേത്രത്തിലൊന്ന് പോണം. മനസ്സിനെന്തോ വല്ലാത്തൊരു ഭാരം. അത് കഴിഞ്ഞ് നമുക്ക് സ്കൂളിലേക്ക് പോവാം. ആയിക്കോട്ടെ, വാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.